അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഫീറും ഉമ്മയും പർച്ചേസിങ്ങിലാണ്. അതേ, നൂർജഹാനുള്ള വിവാഹ വസ്ത്രങ്ങൾ എടുക്കണം. അത് മാത്രമല്ല വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാനുള്ളതും എല്ലാം എടുക്കണം. എന്നാൽ പെട്ടെന്ന് ഉമ്മ, മോനെ ഇത് മതി. ഉമ്മ, നിങ്ങൾ എന്തീ പറയുന്നത്? ഈ ഡ്രസ്സിന് കൈയുണ്ടോ? അതിനെന്താടാ, വിവാഹ ഫംഗ്ഷനൊക്കെ നിൽക്കുമ്പോൾ കൈയും കാലൊക്കെ ഉണ്ടോ നോക്കല. അതൊക്കെ നല്ല സ്റ്റോൺ പതിപ്പിച്ച അടിപൊളി. ഉമ്മ, അത് വല്ല ക്രിസ്ത്യൻസിൻ്റെയോ ഹിന്ദുസൊക്കെ യൂസ് ചെയ്യണതാണ്, നമുക്കിത് പറ്റില്ല. നമ്മൾ മുസ്ലിംസിന് ഒരിക്കലും ഇത് യോജിക്കില്ല. എടാ, നീ ഫാഷന് എന്താ പറ്റ മാറ്റിയോ? ഉമ്മ, ഫാഷൻ അതെ, ഇസ്ലാമിക വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. അവൾക്ക് ഫുൾ കൈയുള്ള ഡ്രസ്സ് എടുക്കാം, അതായിരിക്കും നല്ലത്. എൻ്റെ പൊന്നാരൻ്റെ മോനെ, ഈ എന്തേ പറയണത്? അതെ, ഇതത്ര ബോറൊന്നുമില്ല. അതിനെന്തോ ഉമ്മ, ഇതെടുക്കാം. എന്നാൽ അവൻ തന്നെ നല്ലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത്. എടാ, ഇതെന്താ ബീവിയോ? ഫുൾ കൈയും. ഉമ്മ, അത് പിന്നെ അവളുടെ ഇഷ്ടം പോലെ ബാക്കി ചെയ്യുന്നതൊക്കെ. പക്ഷേ കൈ തീരെ ഇല്ലാത്ത ആ ഷിമ്മീസ് പോലുള്ള ഒരു കൈ, അതെനിക്ക് ഇഷ്ടമേ അല്ല. ചില ലേഡീസ് കാണാൻ അങ്ങനെ ഇടുന്നു. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ കൈ ഇങ്ങനെ കാണിക്കുന്നത്? എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല അത്. അങ്ങനെ ഇതാ അവൾക്കുള്ള സാധനങ്ങളെല്ലാം അവർ സെലക്ട് ചെയ്യുന്നു. അതിനിടയിൽ അതാ അവനക്കൊരു ഫോൺ കോൾ വരുന്നു. ഹലോ, ആ ഇക്ക. അതെ, അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ റിസ്വാന വക്കീലായിരുന്നു. ഋഷു, എന്താ മോളെ? ഇക്ക, എന്തായി ഡ്രസ്സിൻ്റെ പർച്ചേസിംഗ് ഒക്കെ? ആ, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലേ വലതുഭാഗത്തേക്ക് ആ കണ്ണാടിയിലൂടെ നോക്കിക്കേ. ശരിക്കും അവനൊന്ന് ഞെട്ടി. അതാ, തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ശരിക്കും അതാ എൻ്റെ പ്രിയപ്പെട്ടവൾ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്നു. അവൾ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ എന്തൊരു ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടി വന്നതാണ്. സഫീറിന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്നും വിചാരിച്ചു. സഫീർ പറഞ്ഞിരുന്നു ഇന്ന ടെക്സ്റ്റൈൽസിലേക്കാണ് പോകുന്നതെന്നൊക്കെ. എന്നാൽ അതാ അവളെ കണ്ട അവന് ഓടിച്ചെന്നവളെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. കാരണം മധുവിധു തീർന്നിട്ടില്ല, അതിൻ്റെ തുടക്കത്തിലാണ്. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവളെ കണ്ടപ്പോൾ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് തോന്നി. എന്നാൽ ആ ഫോൺ കോളിലൂടെ തന്നെ പറഞ്ഞു, ഹലോ എടി പെണ്ണേ, നീ എന്തിനാ വന്നത്? അതെ, എനിക്ക് ഇക്കയെ കാണാൻ വല്ലാത്ത കൊതി. ഞാനുമ്മയോടും എപ്പോഴും പറഞ്ഞു എനിക്ക് അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് എടുക്കാണ്ട് എന്ന് പറഞ്ഞു വന്നതാ. പക്ഷേ കണ്ടപ്പോൾ എനിക്കും സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ വരട്ടെ ഇക്കയുടെ അടുത്തേക്ക്? പെണ്ണെ, ഉമ്മ എൻ്റെ തൊട്ടടുത്തുണ്ട്. ഇതങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും ഇളക്കം. നീ ദയവായി മിണ്ടാതിരിക്കുക. കുറച്ച് ദിവസം കൂടി മാത്രം നമ്മളുടെ രഹസ്യമായിട്ടായിരിക്കും ഈ ഒരു ബന്ധം മുന്നോട്ട് പോവുക. പിന്നെ രാത്രി കാലങ്ങളിൽ ഞാൻ ഇവിടേക്ക് എത്തുന്നുണ്ടല്ലോ, പോരെ? മതി മതി. പെട്ടെന്ന് അതാ, എടാ ഈ ആരോട് സംസാരിക്കണ? കുറേ നേരമായല്ലേ കണ്ണാടി നോക്കി സംസാരിക്കാൻ തുടങ്ങിയിട്ട്? ആരോടെ സംസാരിക്കണേ? അല്ല, അത് നൂർജഹാൻ. ഓ, ഓളായിരുന്നു. അങ്ങോട്ട് കാട്ടിക്ക ഫോണ്. ഞാൻ അവളോട് ചോദിച്ചോക്കട്ടെ എങ്ങനത്തെ നിങ്ങൾക്ക് കളറ് വേണ്ടതൊക്കെ. വേണ്ടുമ്മ, അവൾക്ക് ഈ ഒരു ഓഫ് വൈറ്റ് തന്നെ മതി. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്, അതാണല്ലോ ഭംഗി. ഓ, അനക്ക് പിന്നെ ഇഷ്ടങ്ങളൊക്കെ അറിയാലോ അല്ലേ? എന്നാലൊന്ന് അടിച്ചു കൊണ്ടുവരാം. നൂർജഹാൻ എന്നോട് ചോദിച്ചോക്കട്ടെ. അവളോട് വരാൻ പറഞ്ഞാലോ? അല്ലോ, അതൊന്നും വേണ്ടിട്ടുമ്മ, നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ലേ, എന്താ ഉമ്മ ഇങ്ങനെ? എന്നാൽ ഉമ്മ അവനോട് സംസാരിക്കുന്നത് അവൾ കാണുന്നു. അവൾ പതുക്കെ അവിടെ നിന്ന് മാറി. ഓ പഠിച്ചവനെ. എന്നാൽ അവളുടെ ഉമ്മയും ഉപ്പയും കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം വെറുതെ അവരോട് പറഞ്ഞു വിഷമിപ്പിക്കണ്ട എന്ന് കരുതി. കാരണം സഫീർ അവൻ്റെ മറ്റൊരു വിവാഹത്തിന് വേണ്ടി മണവാട്ടിക്ക് ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടി വന്നതെന്നൊക്കെ അവർ പറയുമ്പോഴേ എന്തായാലും ഉമ്മാക്കും ഉപ്പാക്കും ടെൻഷൻ കൂടും. അതുകൊണ്ട് തന്നെ ഈ രഹസ്യം അവർ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ അവന് ആശ്വാസമുണ്ട്. ഹിജാബിനകത്തായതുകൊണ്ട് ജസീറിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ കാണുമ്പോൾ എന്തായാലും സംശയിക്കും. പടച്ചോനെ, ഈ വഴിക്കൊങ്ങാനും വരാതിരുന്നാൽ മതിയായിരുന്നു അവന്. വളരെയധികം സേഫ്റ്റിയോട് കൂടിയാണ് നമ്മുടെ റിസ്വാന വക്കീൽ അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. കാരണം കൈകളിലും കാലുകളിലും ഷോക്സ് ധരിച്ച് ഹിജാബ് നല്ല രീതിയിൽ മുറുക്കി കെട്ടി, അത് ആ കണ്ണിന് പോലും ഒരു നെറ്റ് ഉള്ള ഹിജാബായിരുന്നു അവൾ ധരിച്ചിരുന്നത്. കാരണം ഇനി കണ്ണുകൾ കണ്ടിട്ട് ആരും ഹറാമിലേക്ക് വീഴണ്ട എന്ന് കരുതി. ഒന്നാമത് ജസീറിൻ്റെ ആ ഒരു
ഉപദ്രവത്തിൽ നിന്നും സേഫ്റ്റി ആവുക എന്നതും കൂടിയാണ് അതിൻ്റെ ലക്ഷ്യം. എങ്കിലും അവൾ പഠിച്ചോനെ അൽഹംദുലില്ലാ, അതെ, എത്രമാത്രം സേഫ്റ്റിയുള്ള വസ്ത്രമാണ് ഇസ്ലാമിക വസ്ത്രം. ഒരാളെയും പേടിക്കാതെ ഏത് വഴിയും പോകാം. അല്ലെങ്കിൽ പേടിച്ച് പേടിച്ച് അവനെങ്ങാനും അവിടെ ഉണ്ടോ എന്നുള്ള രീതിയിൽ അങ്ങനെ പേടിച്ച് പോകണം. അല്ലാ, നീ കാത്തിരക്ഷിക്ക് റഹ്മാനേ. അവൾക്ക് ചെറിയൊരു ഭയമുണ്ട്. അതിലേറെ ഭയം മറ്റാർക്കുമായിരുന്നില്ല, സഫീറിനായിരുന്നു. എന്നാൽ അവൻ അതാ മണവാട്ടിക്ക് ഉമ്മ ഡ്രസ്സ് നോക്കുന്നതിനിടയിൽ അല്പം മാറി നിന്ന് നേരെ അവളെ വിളിച്ചു. ഹലോ എൻ്റെ പെണ്ണെ, കണ്ടില്ലേ, മതി പോയിക്കോ. ഇൻഷാല്ലാ ഞാൻ രാത്രിയിൽ വരാം കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞതിൻ്റെ ഞാൻ വരാം. എല്ലാവരും അല്ലെങ്കിൽ ഓരോ സംശയാസ്പദമായ രീതിയിൽ നോക്കും. നീ ചെല്ലേ, മോള് പോയിക്കോ. ഇക്ക ഇവിടെ ഉണ്ടായിട്ട് പോകാൻ തോന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റവനെങ്ങാനും കയറി വന്നാലേ അവന് വലിച്ച് കയറലായിരിക്കും. അവനെ ഒന്നിനും മടിക്കാത്തതാണ്. അതുകൊണ്ട് ഇക്കാൻ്റെ കുട്ടി പോയിക്കോളെ കേട്ടോ. ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞോളൂ. ഉമ്മയൊപ്പം അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞത് മോനോട് പറയാതെ പോകാൻ പറ്റുമോ എന്നാണ്. എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, ഓക്കെ. പെണ്ണെ ചെല്ല്, ഉമ്മയുടെ ഉപ്പയുടെ കൂടെ ചെല്ല്. തൽക്കാലം എൻ്റെ ഉമ്മ ഇതറിയണ്ട. എന്താടാ നീ കുറേ നേരമായല്ലോ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ടെക്സ്റ്റൈൽസിൽ വന്ന് അതിനാണോ? എത്ര ഡ്രസ്സുകൾ എടുക്കാനുണ്ട്? ഇപ്പോഴും ആയിട്ടില്ല. എന്താ നീ ഇങ്ങനെ? അത് ഉമ്മ വിളിക്കുന്നുണ്ട്. ഓക്കെ. എന്നാൽ ശരി മുത്തേ, രാത്രി കാണാം കേട്ടോ. ഓക്കെ. അങ്ങനെ അതാ അവർ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ റിസ്വാന വക്കീലിന് സഫീറിനെ വിട്ട് പോകാൻ തോന്നില്ലായിരുന്നു. അവനാ ടെക്സ്റ്റൈൽസിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെ അവനെ കാണാതിരിക്കും? എനിക്കറിയുന്നില്ല. മോളെ, എന്ത് നീ എടുക്കാനുള്ളതൊക്കെ എടുത്തു? നീ എന്താ എടുക്കാത്തത്? അതെ, അവളുടെ ഉമ്മ പറഞ്ഞു. ഉമ്മ അത് ഇതാ എടുക്കണം. ഇത്രയും ടൈമായി, ഇതുവരെ എടുത്തില്ലേ? വേഗം എടുക്കും മോളെ. അങ്ങനെ അവൾക്കൊന്നും വേണ്ടിയില്ലായിരുന്നു. പക്ഷെ അവൾ എടുത്തത് ഒരു ജേഴ്സി ഷാൾ മാത്രമായിരുന്നു. എൻ്റെ പൊന്നു മോളെ, ഈ ഒരു ഷാളിന് വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ ഷോപ്പിൽ വന്നത്? അത് എത്ര ചെറിയ കടകളിൽ കിട്ടും? അല്ലുമ്മ, അത് വലിയ ഷോപ്പിലാവുമ്പോൾ ക്വാളിറ്റി കൂടുന്നൊക്കെ. എന്നാൽ പിതാവ് പറഞ്ഞു, മോള് പറയുന്നത് വലിയ ഷോപ്പിൽ നിന്ന് ക്വാളിറ്റി കൂടും, ചെറിയ ഷോപ്പിലാവുമ്പോൾ കുറയും എന്നൊക്കെ. അതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് കേട്ടോ. അത് അവർ വലിയ ഷോപ്പ് പോകുമ്പോൾ അവരുടെ എ സിയുടെ ബില്ലും അതുപോലെ GST അങ്ങനെയൊക്കെ ഓരോന്ന് അതിലങ്ങ് പോകും. പക്ഷെ ചെറിയ ഷോപ്പിൽ അതുണ്ടാവില്ല, വില കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ലോക്കൽ സാധനമാണ്. ഒരിക്കലും അങ്ങനെയല്ല മോളെ. പുറമേ കാണുന്നത് അതൊന്നും, എന്താണ് അതിൻ്റെ ക്വാളിറ്റി, അതാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഒരുപാട് വലിയ ടെക്സ്റ്റൈൽസും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിനുള്ളിലുള്ളതെല്ലാം നല്ലതാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് തെറ്റാണ്. മോളെ, ഇത് മതിയോ? ഉപ്പാൻ്റെ വക കുട്ടിക്ക് ഡ്രസ്സ് എടുത്ത് തരട്ടെ? ഉപ്പ ഇപ്പോൾ വേണ്ട, ഇപ്പോൾ എല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്നാൽ ഉപ്പാൻ്റെ വകയായിട്ട് ഉപ്പാൻ്റെ സുന്ദരി മോൾക്ക്. ഉപ്പ അത് എന്നാ വേണ്ട. ഉപ്പ തന്നെ പെട്ടെന്ന് അതാ ജെൻസിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. ഉപ്പ എങ്ങോട്ടാ? അതെ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പുന്നാര മരുമകൻക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കട്ടെ. അങ്ങനെ. അതെ, അവനക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ്, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല സ്പെഷ്യലായിട്ടുള്ളത്. ഉപ്പ അതൊന്നും വേണ്ട, അവരൊക്കെ ക്യാഷുകാരല്ലേ. എൻ്റെ പൊന്നു മോളെ, ക്യാഷുകാരായിട്ടല്ല, സ്നേഹത്തോടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമ്മാനം, അതൊരു പേനയാണെങ്കിൽ പോലും കിട്ടുന്നവർക്ക് സന്തോഷമായിരിക്കും. എൻ്റെ മരുമകനക്ക് വേണ്ടി ഞാൻ ഡ്രസ്സ് എടുക്കാൻ കേട്ടോ. ഏതായാലും വന്നില്ല, ഇത്ര വലിയ ഷോപ്പിൽ ഒരു ജേഴ്സി ഷാൾ എടുത്ത് മാത്രം പോകുമ്പോഴേ അവരും വിചാരിക്കൂലേ ഇതെന്താ ഇത്ര കുറച്ചെന്ന്. അങ്ങനെ സഫീറിനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ്. എന്നാൽ ആ സമയം നമ്മുടെ സഫീറും ഉമ്മയും ജെൻസിൻ്റെ ഭാഗത്തേക്കെത്തി. മണവാട്ടിക്കുള്ളതെല്ലാം എടുത്ത് സഫീറിന് പുതുമണവാളൻ ചമയാനുള്ള ഡ്രസ്സുകൾ എടുക്കുവാൻ വേണ്ടി അവരാ ഭാഗത്തേക്കെത്തി. ഒരു നിമിഷം നമ്മുടെ സഫീറിൻ്റെ കണ്ണിൽ അത് പെട്ടു. അതെ, ഉപ്പ ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നു. ജെൻസിൻ്റെത്, അത് ആർക്കായിരിക്കും? എന്നാൽ ആ ഷോപ്പിലെ സ്റ്റാഫിനോട് പറയുന്നു, നിങ്ങളെ തടി നിങ്ങളെ വലുപ്പം തന്നെ. അതെ, അത്യാവശ്യം മസിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാവുമ്പോൾ കറക്റ്റായിരിക്കും. എന്നാൽ ശരിക്കും സഫീർ അത് കേട്ട്, അല്ലാ, അത് എന്നെ ഉദ്ദേശിച്ചാണല്ലോ പറഞ്ഞത്. പടച്ചോനെ, എനിക്കുള്ളതായിരിക്കും, തൽക്കാലം എല്ലാം മാറാം. എന്നോട് ചോദിക്കും, മോനെന്താ ഇവിടെ വെഡ്ഡിങ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാകെ പെട്ടുപോകും. പിന്നെ ഉമ്മയും
എന്താ മോനെ നീ അന്തം വിട്ട് നിൽക്കുന്നത്? നടക്കാങ്ങോട്ട് വേടക്ക് ഡ്രസ്സ്. ഉമ്മ അതിപ്പോൾ അങ്ങോട്ട് പോകണ്ട കുറച്ച്. നീ എന്താ ഇങ്ങനെ? വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയാണ് നിന്നെ എടുപ്പിക്കുന്നത്. എന്നാൽ അതാ ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഉപ്പ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. റബ്ബേ പഠിച്ചോനെ, ഒന്നുമല്ല ഉമ്മയെങ്ങാനും കണ്ട് എന്നെ അദ്ദേഹം കണ്ട് സംസാരിക്കുന്നത് ഉമ്മയെങ്ങാനും കണ്ടു കഴിഞ്ഞാലേ, അതുകൊണ്ടാണ് റബ്ബെ പേടി, വേറൊന്നുകൊണ്ടുമല്ല. അങ്ങനെ അതാ അവർ ഡ്രസ്സെല്ലാം എടുത്തു. തിരികെ പോകാനായി നിൽക്കുമ്പോഴേക്കും ഉപ്പ അതാ റിസ്വാന വക്കീലിൻ്റെ അടുത്തേക്ക്, മോളെ ഉപ്പ എടുത്തോ? ഇവിടെ ഞാൻ നിന്നോട് പറഞ്ഞില്ല, നീ വേണ്ടെന്നല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ മരുമകനക്ക് നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതെ, വീട്ടിൽ വന്നിട്ട് കാണാട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് അവനക്ക്. ഉപ്പാൻ്റെ ഒരു കാര്യം ഇപ്പം നമ്മളൊന്നും വേണ്ടല്ലേ മരുമകനെ കിട്ടിയപ്പോഴേ. മോളെ എനിക്ക് മോനായിട്ട് അവനേ ഉള്ളൂ, ഇനി വേറെ ആരുമില്ല എനിക്ക്. മോളായിട്ട് നീയും മോനായിട്ട് അവനും, വേറെ ഇപ്പം എനിക്ക് ആരാ? ആയിക്കോട്ടെ ഉപ്പ, നമുക്ക് വേഗം പോവും. എന്താ മോളെ ധൃതി? അങ്ങനെ ഏതാ അവർ കാറിൻ്റെ ഡിക്കി തുറന്നു. സാധനങ്ങളൊക്കെ അതിലേക്ക് വെച്ചു. ഡിക്കിയിൽ വെക്കാൻ മാത്രമൊക്കെ ഉണ്ടോ? ഉമ്മ ചോദിച്ചു. എന്താ നിനക്ക് വേണോ സാരി വല്ലതും? എനിക്ക് വേണ്ടോ, എനിക്കിപ്പോൾ വേണ്ട. വേണ്ടായിട്ടാണ് ഞാൻ വേണ്ടുന്നുണ്ടെങ്കിൽ പറയുമല്ലോ. എന്താ മക്കൾ നിങ്ങൾക്കൊന്നും വേണ്ടേ? നിനക്കും വേണ്ട, അവൾക്കും വേണ്ട, ഡ്രസ്സൊന്നും വേണ്ടേ? ചില ആളുകൾ ഡ്രസ്സ് വേണമെന്ന് വെച്ചാൽ വേഗം ഓടിച്ചാടി കയറി പറയും വേണമെന്ന്. പക്ഷേ ഇവറ്റെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ലല്ലോ റബ്ബേ. അവർ തിരിച്ചു പോകുന്നത് ഒരു നിമിഷം സഫീർ നോക്കി നിന്നു. അതെ, കാർ പാർക്കിൽ നിന്ന് വാഹനം റിവേഴ്സ് എടുത്ത് പോകുമ്പോൾ ഒരു നിമിഷം അവൻ്റെ നിശ്വാസം നിലച്ചു പോയതുപോലെയായിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ അവൻ ശ്വാസം ശരിയായി തുടങ്ങി. പഠിച്ചോനെ, ഭാഗ്യം പോയി. എടാ എന്തേ നോക്കി നിൽക്കണ? കുറേ നേരമല്ലേ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണത്? അന്നിട്ട് ഞാൻ എത്ര ടൈം നമുക്ക് ഇവിടേക്ക് കല്യാണം പറയാൻ പോകാണ്ടത് കഴിഞ്ഞിട്ട്? ഉമ്മ അത് ഇന്ന് വേണോ? അതെന്താടാ അങ്ങനെ പറഞ്ഞത്? എത്ര ഫാമിലി ക്ഷണിക്കാനുണ്ട്, നീ എന്താ ഇങ്ങനെ? ചെറുതായിട്ടൊന്ന് പോരെ? നീ എന്താ ഇങ്ങനെ? അതെ, പുളിക്കൽ തറവാട്ടിലെ ഒരിക്കലും ചെറിയ വിവാഹങ്ങൾ നടക്കാറില്ല. എന്താ ആളുകളുടെ മുമ്പിൽ മോശമാക്കാനാണോ നിന്റെ പ്ലാനിങ്? പുളിക്കൽ തറവാട്ടിലെ മോശമാക്കുക എന്നാണോ നിന്റെ ലക്ഷ്യം? അല്ല, അത് നമ്മളിപ്പോൾ ഫാമിലി അല്ലേ, നൂർജഹാനും ഞാനും. അപ്പോൾ ഞാൻ അവളുടെ വിവാഹത്തിൽ എന്തായാലും കുഴപ്പമില്ല ഉമ്മ. പിന്നെ നിക്കാഹ് അവിടെ വെച്ച് വേണ്ട കേട്ടോ. അതെന്താടാ, വലിയ സ്റ്റേജിൽ വെച്ച് നടത്തണ്ടേ? അല്ല, ഞാൻ നിക്കാഹിന് പറഞ്ഞ കാളി എന്നോട് പറഞ്ഞു എനിക്കന്ന് അത്യാവശ്യം തിരക്കുണ്ട്, പള്ളിയിൽ വെച്ച് വേഗം 4 ആളെ കൂട്ടി വന്ന നിക്കാഹ് കർമ്മം നടത്തി തരാം, ബാക്കിയെല്ലാം നിങ്ങൾ സ്റ്റേജിൽ വെച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ട് അതാ ഉമ്മ ഞെട്ടിത്തെരിച്ചു. എന്ത് അസംബന്ധമാണ് നീ പുലമ്പുന്നത്? നിക്കാഹ് കർമ്മം? അതെ ഉമ്മ, അതാണ് നല്ലത്. പള്ളിയിൽ വെച്ച് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഫംഗ്ഷന് കാര്യങ്ങൾ മാലയിടൽ അതൊക്കെ ഇവിടെ വെച്ച് ആക്കാലോ. അതൊന്നും നടക്കും തോന്നുന്നില്ല. എന്തായാലും ജസീറിനോട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഉമ്മ ദയവായി ഇനി അവനോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്താടാ പറഞ്ഞാൽ? അതൊക്കെ പറയണം, പറയാതിരിക്കാൻ പറ്റൂലല്ലോ. നീ നിൻ്റെ ഇഷ്ടങ്ങൾ ഓരോന്നങ്ങ് തീരുമാനിച്ചു വെച്ചു അല്ലേ? ഉമ്മ ചെറിയ പരിപാടി പോരെ. എന്ത് ചെറിയ പരിപാടി? ഫംഗ്ഷനൊക്കെ നല്ല രീതിയിലാക്കണം. നിങ്ങൾ രണ്ടുപേരും കൈ പിടിച്ച് അതിലൂടെ നടക്കുന്ന ആ വീഡിയോസ് അങ്ങനെ പലതും ചിത്രീകരിക്കാനൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, പരിപാടി അടിപൊളി തന്നെ ആക്കണം. ഇത്രയും വലിയ തറവാട്ടിൽ, പുളിക്കൽ തറവാട്ടിൽ വലിയൊരു കല്യാണം നടക്കായിട്ട് അത്. പിന്നെ നിന്റെ താഴെ വേറെ ഒരെണ്ണം ഇല്ല, അത് ഓർത്തോ. അത് ഇനി ഇക്കാൻ്റെ കല്യാണം. ഇക്കാൻ്റെ കല്യാണം അവൻ്റെ കാര്യമാക്കണ്ട. അവന് പല കല്യാണങ്ങൾ കഴിഞ്ഞതാണ്, ഇനിയും ഇതിനിടയിൽ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവനങ്ങനെ ഒരു ഉറപ്പുണ്ടോടാ? എല്ലാത്തിനെയും അവൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കും, പിന്നെ അങ്ങ് പുറന്തള്ളും. അതാണ് അവൻ്റെ ഹോബി. ഇനിയും അങ്ങനെ എത്രയോ ഉണ്ടാവും. അതൊക്കെ കല്യാണമാക്കി കണക്കൂട്ടിയാലേ. അതെ, നിൻ്റെ കല്യാണമാണ് ഉഷാറായി നടത്തേണ്ടത് അവിടെ. ഉമ്മ, വിവാഹത്തിന് മുമ്പായിട്ട് നമുക്ക് വല്യമ്മാൻ്റെ അടുത്തുനിന്ന് പോകണം. എടാ ചിലക്കാതെ അവിടെ നിൽക്ക്. ആ പ്രായമായ അത് എപ്പോഴും തുപ്പി കൂട്ടിക്കൊണ്ടാണ്. എപ്പോഴും ഒരു കോളാമ്പി മുന്നിൽ വേണം. അതൊക്കെ പുതിയ തറവാട്ടിലൊക്കെ ആവുമ്പോഴേ അതൊക്കെ വൃത്തികേടല്ലേ? എത്ര ഗസ്റ്റുകൾ വരും, എൻ്റെ ഫ്രണ്ട്സുകളായിട്ട്, എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ റിലേറ്റീവ്സൊക്കെ ആയിട്ട് എത്ര ആളുകൾ വരും. ഈ പ്രായമായ ആ തള്ള അവിടെ ഇരിക്കുമ്പോൾ അതൊക്കെ എനിക്കൊരു മോശമാണ്. ഉമ്മ, വല്യമ്മ കല്യാണത്തിലില്ലാതെ പിന്നെ ഞാനാ വിവാഹത്തിന് പങ്കെടുക്കൂല. എടാ നീ എന്താ വാക്ക് മാറുകയാണോ പെട്ടെന്ന്? നൂർജഹാന് അവരുടെ ഫാമിലി കാത്തു നിൽക്കുകയാണ്. ഇനിയും നീ മാനം നഷ്ടപ്പെടുത്തല്ലേ കേട്ടോ.
ഉമ്മ വല്യമ്മയെ കൊണ്ടുവരാതെ നിക്കാഹിന് ഞാൻ തയ്യാറല്ല. ശരിക്കും സഫീറിൻ്റെ ആ ഒരു വാശിക്ക് മുമ്പിൽ ഒരു നിമിഷം ആ ഉമ്മയും മുട്ടുമടക്കേണ്ടി വന്നു. ഉമ്മ അത് മാത്രമല്ല, നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നുണ്ടോ? ആ പിന്നെ നമ്മുടെ ഫാമിലിനെ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്, പുറത്ത് നാട്ടുകാരെയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മറഞ്ഞു കിടക്കുന്ന ഫാമിലി ഉണ്ടല്ലോ. മറഞ്ഞു കിടക്കുക എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ, ഫാമിലിയെ ക്ഷണിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അറിവിലുള്ള ഫാമിലിയെ ഞാൻ ക്ഷണിക്കും. അതിനെന്താ ഒരു കുഴപ്പമില്ല, നീ ക്ഷണിക്ക്. എന്നാൽ ആദ്യം നിൻ്റെ ഫാമിലിയിലേക്ക് ക്ഷണിക്ക്, നിൻ്റെ ഇഷ്ടപ്പെട്ടവരേക്ക്. ബാക്കി നാളെ നമുക്ക് പോകാം. എന്നാൽ സഫീർ നേരെ പോയത് മറ്റെങ്ങോട്ടുമായിരുന്നില്ല. അതെ, നമ്മുടെ ജസീറിൻ്റെ ഭാര്യ, അതായത് വിവാഹം കഴിക്കാതെ കുഞ്ഞുണ്ടായ ആ ഒരു കുഞ്ഞ് എന്തൊക്കെ തന്നെയാലും പുളിക്കൽ തറവാട്ടിലെ ചോരയല്ലേ, ആ ചോരയെ കൊണ്ടുവരണം. അതിനായിരുന്നു അവൻ്റെ ഉദ്ദേശം. നേരെ അവൻ പോയി ആ തെരുവിലേക്ക്. അതെ, പഴയ പ്ലാസ്റ്റിക് കവറുകളും ഓലക്കീറുകളും ചാരിവെച്ച ആ ഒരു കൊച്ചു കുടിലിൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് അതാ സഫീറെത്തി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.